പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് വൈകിട്ട് ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. അദ്ദേഹം സങ്കീർത്തന ഭാഷ്യം തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രിയിലും കർത്താവ് തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ ദോഹയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ചാണ് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി. കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഒരു നല്ല ദിവസം കൂടെ ദാനമായി നൽകിയ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി കർത്താവെ. ഈ രാത്രികാലത്തിനായി നന്ദി. ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാനായി കടന്നു വരുന്നു. അപ്പന്റെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഇന്ന് രാത്രികാലം ഞങ്ങൾ കേൾക്കുന്ന വചനം, ഞങ്ങൾ പഠിക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സ്ഥിരമാകുവാനും കർത്താവെ അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം ഞങ്ങളെ പഠിപ്പിക്കുന്ന അഭിഷക്തനായി കർത്താവെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസനെ അവിടുന്ന് ഇന്ന് രാത്രിയിൽ അവിടുന്ന് ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് അരുളി ചെയ്യുന്ന ഓരോ വചനങ്ങളും കർത്താവെ അത് ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നതോടൊപ്പം മറ്റനേകർക്കും അത് അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാ. ഇന്ന് രാത്രികാലം ജോയിൻ ചെയ്തിരിക്കുന്ന സകല വ്യക്തികളെയും അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് നയിക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ കർത്താവ് നൽകി തന്ന ഈ സാവകാശം ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് വൈകിട്ട് ഈ ബൈബിൾ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ടൈം സോണുകളിൽ നിന്ന് ഈ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് അഗപ്പെ ബൈബിൾ കോളേജിൻ്റെ ഈ മീഡിയയിലൂടെ, ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. നമ്മൾ പോയറ്റിക്കൽ ബുക്സ് അല്ലെങ്കിൽ കാവ്യഗീതങ്ങൾ അല്ലെങ്കിൽ പദ്യപുസ്തകങ്ങൾ അല്ലെങ്കിൽ കാവ്യപുസ്തകങ്ങൾ ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ പ്രാധാന്യതയുള്ള സങ്കീർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മുഖവരയായി ചില കാര്യങ്ങൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിച്ചു. ഇത് 3-ാമത്തെ ക്ലാസ്സാണ്. 3-ാമത്തെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നമുക്ക് ഓരോ സങ്കീർത്തനങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കളക്ഷൻസ് ഒക്കെ പഠിച്ചു. ഓരോ സങ്കീർത്തനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ശീർഷകങ്ങളുണ്ട്. എല്ലാറ്റിനും ഇല്ല, എങ്കിലും ധാരാളം സങ്കീർത്തനങ്ങളുടെ മുകളിൽ ശീർഷകങ്ങളുണ്ട്. ഈ ശീർഷകങ്ങളുടെ പ്രാധാന്യത എന്താണ്? ശീർഷകങ്ങളുടെ പ്രാധാന്യതകൾ ഒന്ന്, ഇംഗ്ലീഷ് ടൈറ്റിൽസ് എന്ന് പറയുന്നു, സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറയും, ഹെഡിങ് എന്ന് നമ്മൾ ചിലരെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ തലവാചകം, തലക്കെട്ട്, ഇതെല്ലാം വൺ ആറ്റ് ദ സെയിം. ടൈറ്റിൽസ് എന്നുള്ള പദം ഉപയോഗിക്കും, ടൈറ്റിൽസ്. ഒന്നാമത്തെ കാര്യം, ഈ ശീർഷകങ്ങളിലൂടെ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്ക് ലഭിക്കുകയാണ്. സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു.
രണ്ട് റീസൺസ് ഉണ്ട് എഗൻസ്റ്റ് ഓഫ് ദ റിലയബിലിറ്റി. ഇതിൻ്റെ ഈ ശീർഷകങ്ങൾക്ക് രണ്ട് കാരണങ്ങളാൽ നമുക്ക് ഒരു ഒത്തൻറ്റിസിറ്റി ലഭിക്കുന്നില്ല, ആധികാരികത കിട്ടുന്നില്ല. ഒന്ന്, ടൈറ്റിൽസ് മേ ഹാവ് ബീൻ ആഡഡ് ലേറ്റർ ബൈ സമ്മൺ. ശീർഷകങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്താണ്. ഈ ഗാനങ്ങൾ രചിച്ച സമയത്ത് ശീർഷകങ്ങളില്ലായിരുന്നു. ശീർഷകം എഴുതിയിട്ടല്ലല്ലോ ആരും പാട്ട് എഴുതുന്നത്. അതുകൊണ്ട് പിന്നീട് അത് ആഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പം അതാണ് അതിനകത്തുള്ള കാരണം നമ്പർ 1. നമ്പർ 2, ചില സങ്കീർത്തനങ്ങളെ ആശയങ്ങളുമായി യാതൊരു പൊരുത്തവും ഈ ശീർഷകങ്ങൾ കൊട്ടില്ല താനും. അപ്പം ഈ രണ്ട് കാരണങ്ങളാൽ ചിലപ്പോൾ ചില ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽസ് നമ്മൾ വായിച്ചു, ശീർഷകം വായിച്ചു കഴിഞ്ഞാലും ആ സങ്കീർത്തനത്തിനകത്തെ പദങ്ങളുമായിട്ട് ഇനി യാതൊരു ബന്ധവും കാണത്തില്ല. അപ്പം അതാണ് ഈ രണ്ട് റീസണുകൾ കൊണ്ട് സങ്കീർത്തനത്തിൻ്റെ ശീർഷകങ്ങൾ അനുയോജ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ തന്നെ 2 റീസൺസ് ഫോർ ദ റിലയബിലിറ്റി ഓഫ് ദിസ് സാം ടൈറ്റിൽ. രണ്ട് കാരണങ്ങൾ കൊണ്ട് മുകളിൽ നമ്മൾ എഴുതിയ എഗൻസ്റ്റ് ഓഫ് ദ റിലയബിലിറ്റി എന്നാണ്. ഇത് റീസൺസ് ഫോർ ദ റിലയബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ സങ്കീർത്തനങ്ങൾക്ക് അംഗീകാര യോഗ്യമായ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ തോറ, നെബീം, കെദൂവീം എന്ന 3 സെക്ഷനിൽ കെദൂവീമിൽപ്പെട്ട കാര്യമാണ് സങ്കീർത്തനം. അപ്പം ഇതൊരു പഴയ നിയമത്തിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദ OT ടെക്സ്റ്റ്. OT മീൻസ് ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെ തിരുവെഴുത്തുകളുടെ ഭാഗമാണ് സങ്കീർത്തനം. അപ്പോൾ അതാണ് അതിൻ്റെ നമ്പർ 1 റീസൺ. നമ്പർ 2, ടൈറ്റിൽസ് നോട്ട് കോമൺലി യൂസ്ഡ് ഇൻ ലേറ്റർ ടൈംസ്. പിൽക്കാലത്ത് ശീർഷകങ്ങൾ സാധാരണഗതി ഉപയോഗിച്ചിരുന്നില്ല. അപ്പം നമ്മളത് വളരെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ഭാഗമൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ശീർഷകങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പക്ഷെ ശീർഷകങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് താനും. കോമണായി യൂസ് ചെയ്യുക, സാധാരണയായി ഇത് ഉപയോഗിച്ചിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഞാൻ പോവുകയാണ്. ശീർഷകങ്ങളെക്കുറിച്ച് നമ്മൾ അല്പം ഒരു ചെറിയ പഠനം അനിവാര്യമായതുകൊണ്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ശീർഷകങ്ങളെക്കുറിച്ച് ഞാൻ അഡ്വാൻസ് ആയിട്ടൊക്കെ പറയുക. ശീർഷകങ്ങൾ എന്ന ഹെഡിങ്ങിൽ ഒരു അസൈൻമെൻറ്റ് നിങ്ങളൊന്ന് തയ്യാറാക്കാൻ ശ്രമിക്കുക. ശീർഷകങ്ങൾ അല്ലെങ്കിൽ ടൈറ്റിൽസ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അസൈൻമെൻറ്റിനുള്ള മെറ്റീരിയൽസ്, നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ്, പല സോഴ്സുകൾ കിട്ടും. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം GPT പോലുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ജെമിനിയോ ഒത്തിരി സാധനമുണ്ട്, അതിനകത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തന്നെ ബൈബിൾ ഡിക്ഷണറീസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ബൈബിൾ ഡിക്ഷണറി, ബൈബിൾ കമൻട്രീസ്, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ ഈ ശീർഷകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനൊരു ഔട്ട്ലൈൻ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ ഔട്ട്ലൈൻ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു അസൈൻമെൻ്റ് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. നമ്പർ 1, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയുന്നു. മറ്റൊന്നുമില്ല, ഇതുവരെ നമ്മൾ ഇപ്പം പറഞ്ഞ ശീർഷകത്തെക്കുറിച്ചായിരുന്നു. 2 കാരണങ്ങളാൽ റിലയബിൾ ആണ്, 2 കാരണങ്ങളാൽ എഗൻസ്റ്റ് ഓഫ് ദ റിലയബിൾ ആണ്. ദ സെയിം വേ ഒരു ഇൻട്രൊഡക്ഷൻ. സങ്കീർത്തനങ്ങളുടെ ശീർഷകങ്ങൾ പാടെ തള്ളിക്കളയുന്നതും അവ തിരുവെഴുത്തുകളുടെ ഭാഗമായി സ്വീകരിക്കുന്നതും ഒരുപോലെ പിശകാണ്. 2 അതിപ്രധാനപ്പെട്ട ഒരു മുഖവരിയാണ് ഞാനിവിടെ എഴുതിയത്. ഒന്ന്, നമ്മൾ ശീർഷകം അങ്ങ് പാടെ തള്ളിക്കളയാമെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്, നമുക്കത് തള്ളിക്കളയാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ തിരുവെഴുത്തുകളുടെ ഭാഗമായി സ്വീകരിക്കുന്നതും ഒരുപോലെ പിശകാണ്. ഈ ടൈറ്റില് തിരുവെഴുത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് പലതും വളരെ പഴക്കമുള്ളതാണ്.
സെപ്റ്റുവജന്റ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, LXX. അതിൻ്റെ വിവർത്തനങ്ങളിൽ പോലും ഇത് പലതും ദുർഗ്രഹമായിരുന്നു എന്നാണ് വേദശാസ്ത്രം പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു മുഖവുരയിൽ ശീർഷകങ്ങൾ നമുക്കങ്ങനെ തള്ളിക്കളയാനും പറ്റുകയില്ല, എന്നാൽ തിരുവഴുത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കാനും പറ്റില്ല. പക്ഷെ ഇതിന് നമുക്കൊരു പഠനം നല്ലതുമാണ്, കുറെ കാര്യങ്ങൾ ഗ്രഹിക്കാനും കഴിയും. അപ്പം പിന്നെ ഈ കവിതയുടെ സ്വഭാവം എന്താണ്? കവിതയുടെ സ്വഭാവം, അതാണ് രണ്ടാമത്തെ ഹെഡിങ്. എന്താണ് ഈ കവിതയുടെ സ്വഭാവം എന്ന് ചോദിച്ചാൽ, ഈ ശീർഷകങ്ങൾക്കകത്തുനിന്ന് കിട്ടുന്ന കാര്യമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ചില കവിതകളുടെ സ്വഭാവം നമുക്ക് ശീർഷകങ്ങൾക്കകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ചില ഹെഡിങ്ങിനകത്ത് സങ്കീർത്തനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം എന്ന് എഴുതി വെക്കുമ്പോൾ മിസ്മോർ അല്ലെങ്കിൽ സാം എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിലൊക്കെ മസ്മൂറ എന്ന് ഉപയോഗിക്കാം. മസ്മൂറ ആക്ച്വലി മിസ്മോർ, MIZMOR, മിസ്മോർ. ഇത് തന്നെ ഏതാണ്ട് 57 സങ്കീർത്തനങ്ങളുടെ മുകളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഒരു ശബ്ദ സംഗീതത്തിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ വേണ്ടി ഒരു ഉപകരണസഹിതമായ സംഗീതം എന്നുള്ളതായിരുന്നു ഈ സങ്കീർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. രണ്ടാമത്, ചില സങ്കീർത്തനങ്ങളുടെ മുകളിൽ നമ്മൾ ഗീതം എന്ന് കാണും. ഗീതം എന്ന് പറഞ്ഞാൽ SHIR, ഷിർ അല്ലെങ്കിൽ സോങ്, പാട്ടുകൾ. എന്നാൽ ഇതേതാണ്ട് 30 സങ്കീർത്തന മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഗീതം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതിൽ ഒരു മതപരമായ പാട്ടുകൾക്ക് മാത്രമല്ല ഈ ഗീതം എന്ന് ഉപയോഗിക്കുന്നത്. അല്ലാത്ത പാട്ടുകൾക്കും ഗീതം എന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. മൂന്നാം ഉപയോഗിച്ചിരുന്ന ഒരു പദം മസ്കിൽ എന്നുള്ള, മസ്കിൽ. ചില സങ്കീർത്തന വേളി മസ്കിൽ എന്ന് കാണും. മസ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ അതിനടുത്ത് എഴുതിയിട്ടുണ്ട്, ധ്യാനം എന്നാണ്. ധ്യാനിക്കുക. ഈ ധ്യാനം എന്ന് പറയുന്നതും വായന എന്ന് പറയുന്നതും പഠനം എന്ന് പറയുന്നതും മൂന്നാണ്. ചിലതൊക്കെ പറയാറുണ്ട് സങ്കീർത്തനം വായിക്കാനുള്ളതല്ല ധ്യാനിക്കാനുള്ളതെന്ന് പറയും. പക്ഷെ ധ്യാനം എന്നാന്നൂടെ പറഞ്ഞു തരണ്ടേ. സങ്കീർത്തനങ്ങൾ വായിക്കുക അല്ലെങ്കിൽ വേദപുസ്തകം നമ്മൾ വായിക്കുക. വായിക്കുന്നത് ഒരു പെരിഫറലായി നമുക്ക് കിട്ടുന്ന നോളജ് തന്നെ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും. അപ്പൊ പിന്നെ ബൈബിൾ പഠനം എന്താ? അതാണ് നമ്മൾ ഈ ബൈബിൾ സ്കൂളിൽ ചെയ്തത്. ഇപ്പം നമ്മൾ അഗാപ്പെ ബൈബിൾ സ്കൂളിൽ, കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ? ബൈബിൾ പഠിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം സങ്കീർത്തനം എടുത്തു. സങ്കീർത്തനത്തിൻ്റെ അകത്ത് ശീർഷകം, അതിൻ്റെ ഓരോ പദങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇതാണ് പഠനം എന്ന് പറയുന്നത്. ആരെഴുതി, എപ്പോൾ എഴുതി, എന്തിനെഴുതി, ഓതേഴ്സ് ആരൊക്കെ, ഇതാണ് പഠനം എന്ന് പറയുന്നത്. എന്നാൽ ധ്യാനം എന്ന് പറയുന്നത് അതല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോർഷൻ എടുത്ത് വായിക്കുമ്പോൾ നമ്മൾക്കും അതിനകത്തൊരു പങ്കുണ്ടെന്ന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ഈ ഭൂതകാലത്തിൽ എഴുതിയ വാക്കുകൾ വായിക്കുമ്പോൾ വർത്തമാനകാലത്തിൽ നമുക്കും അതൊരു പങ്കുണ്ട് എന്ന് വായനയിൽ നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മളവിടെ ധ്യാനിക്കുകയാണ് സത്യത്തിൽ. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. പൂർവകാല സംഭവങ്ങൾ വർത്തമാനകാലത്തിൽ വായിക്കുമ്പോൾ എനിക്കും അതൊരു പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുകയും നമ്മിൽ ഒരു ആക്ഷൻ തോന്നുകയും ചെയ്യുന്നെങ്കിൽ അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ചില സങ്കീർത്തനങ്ങളുടെ മേളിൽ മസ്കിൽ എന്നും ധ്യാനം എന്ന് പറയുന്ന മസ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ധ്യാനിക്കുക, അതിന്റെ ധ്യാനത്തിങ്കൽ തികത്തി എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. വേറെ ചില സങ്കീർത്തനങ്ങൾക്ക് സ്വർണ്ണഗീതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ബൈബിളിലാണ്ട് 6 സങ്കീർത്തനങ്ങളുടെ മേളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഗോപ്യമായ അല്ലെങ്കിൽ മർമ്മമായ വളരെ അർത്ഥമുള്ള ഒരു സങ്കീർത്തനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. വേറൊരു സങ്കീർത്തനം നമ്മൾ നോക്കിയാൽ വിഭ്രമഗീതം, 7ാം സങ്കീർത്തനം മേളിലാണ് കൊടുത്തിരിക്കുന്നത്. വിഭ്രമഗീതം, വിഭ്രമം ബുദ്ധിഭ്രമം സംഭവിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അലഞ്ഞു നടക്കുക. ഹബക്കൂക്കിന്റെ പുസ്തകത്തിനകത്തും വിഭ്രമ ഗാനത്തിലെന്ന് ഗീതത്തിലെന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സത്യത്തിൽ അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. തട്ടഹസിച്ചുകൊണ്ട് ചുറ്റിച്ചിരിഞ്ഞ് നടക്കുന്ന സമയത്തെ പാട്ടുകളെന്നും
മറ്റൊരർത്ഥം അതിനുണ്ട്. എന്തായാലും വിഭ്രമമാണ്. ചില സങ്കീർത്തന മേളിൽ ഒരു പ്രാർത്ഥനയെന്ന് കാണുന്നുണ്ട്. ഇപ്പൊ 90 സങ്കീർത്തന മേളിലൊക്കെ മോശയുടെ ഒരു പ്രാർത്ഥന എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, കവിതയുടെ സ്വഭാവം അനുസരിച്ച് വളരെ വ്യത്യാസമുണ്ട്. സങ്കീർത്തനമെന്ന് കാണും, ഗീതമെന്ന് കാണും, മസ്കിലെന്ന് കാണും, ധ്യാനമെന്ന് കാണും, സ്വർണഗീതമെന്ന് കാണും, വിഭ്രമഗീതമെന്ന് കാണും, ഒരു പ്രാർത്ഥന എന്ന് ഉണ്ടാവും. നമ്പർ 3, സംഗീത വിന്യാസം സംബന്ധിച്ച് ഉള്ള ശീർഷകങ്ങൾ. സംഗീത വിന്യാസം സംബന്ധിച്ചുള്ള ശീർഷകങ്ങൾ, അതായത് ഈ സംഗീത പ്രമാണിക്ക്. ചില സങ്കീർത്തന മേളിൽ നിങ്ങൾ കണ്ടില്ലേ, സംഗീത പ്രമാണിക്ക് എന്ന് പറഞ്ഞാൽ ടു ദി ക്വയർ മാസ്റ്റർ, സംഗീത പ്രമാണിക്ക്. അങ്ങനെയുള്ള മിക്കവാറും സങ്കീർത്തനങ്ങളുടെ മേളിൽ അത് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ടു ദ ക്വയർ മാസ്റ്റർ എന്നേ ഉള്ളൂ, സംഗീത പ്രമാണിക്ക്. അതിനകത്ത് പല അർത്ഥങ്ങളുണ്ടാവാം. ഒന്ന്, നമ്മളൊരു ഗാനം രചിച്ചിട്ട് അത് സംഗീത പ്രമാണിക്ക് നമ്മൾ സമർപ്പിക്കും. നമ്മൾ ഈ ഒരു പുസ്തകമൊക്കെ എഴുതുമ്പോൾ ആദ്യം ഒരു ഡെഡിക്കേഷൻ എഴുതാറുണ്ട്. ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ചിലരെഴുതും ഈ പുസ്തകം സമർപ്പിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, കാരണം എൻ്റെ അമ്മയാണ് എന്നെ ആത്മീയത്തിൽ വളർത്തിയത്. ചിലപ്പോൾ എഴുതും ഈ പുസ്തകം എൻ്റെ പിതാവിന് വേണ്ടിയാണ്, എൻ്റെ പിതാവായിരുന്നു എന്നെ ഒത്തിരി കാര്യങ്ങളിൽ അത് വളർത്തിക്കൊണ്ടുവന്നത്. ചിലർ പറയും എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച് ഇന്ന ആളിന് വേണ്ടി. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ടു ദി ക്വയർ മാസ്റ്റർ, ഒരു പാട്ട് എഴുതിയിട്ട് ആ പാട്ട് ക്വയർ മാസ്റ്റർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാകാം ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്, ഈ ദൈവാലയത്തിൽ സംഗീത പ്രമാണിമാരുണ്ടായിരുന്നു, ക്വയർ മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിക്ഷിപ്തമായിരുന്നു ഈ ഗാനങ്ങളൊക്കെ. അപ്പോൾ ഓരോരോ അവസരത്തിനൊത്തുള്ള ഗാനങ്ങൾ അവരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആ ഗാനങ്ങൾ ആലപിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്ന് വേറെ ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ സംഗീത പ്രമാണിക്ക് എന്ന് പറയുമ്പോൾ അതിനകത്തും തന്നെ നിങ്ങൾക്ക് പൊതുവെ മനസ്സിലാക്കാൻ പറ്റും, ആലയത്തിലെ പൊതു ആരാധനയ്ക്ക് വേണ്ടി ഔദ്യോഗികമായി സങ്കീർത്തന സഞ്ചയം ഗായക സംഘപ്രമാണിയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് ന്യായമായും ചിന്തിക്കാം. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന സഭയിലും ശനിയാഴ്ച ദിവസം വൈകിട്ട് വന്ന് ഇവിടെ ഗാനങ്ങൾ പഠിക്കുന്നുണ്ട്. കൊയറുള്ളവരെല്ലാവരും വന്നിരുന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിക്കും. 1 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഓർഗന്, അപ്പോൾ തന്നെ പാഡ്, ഗിറ്റാർ, ഇതെല്ലാം സെറ്റ് ചെയ്ത് തലേദിവസേ റെഡിയാക്കി വെക്കും. പാട്ടുകൾ സെലക്ട് ചെയ്യും. ആദ്യത്തെ ഒരു 15 മിനിറ്റ് പാട്ട് സെലക്ഷനാണ്. പാട്ട് സെലക്ഷൻ കഴിഞ്ഞത് പാടി അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ഇവരിവിടെ പോകുന്നത്. അപ്പോൾ അതിനൊരു ക്വയർ മാസ്റ്റർ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ലീഡ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ ആരാധനകൾക്ക് വേണ്ടി അങ്ങനെ ഉപയോഗിച്ചിരുന്നു. നെക്സ്റ്റ് വേഴ്സ് എന്ന് പറയുന്നതാണ് സേല. സങ്കീർത്തനങ്ങളിൽ തന്നെ 71 പ്രാവശ്യം സേല എന്നും അത് ഉപയോഗിച്ചിട്ടുണ്ട്, 71 ടൈംസ്. ഈ 71 പ്രാവശ്യം സേല എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകത്തിനകത്ത് സേല ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ബൈബിളിനകത്ത് സേല എന്ന പദം ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തിന്റെ അർത്ഥം ശരിയായി നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും ഈ ഗായക സംഘത്തിന് അത് എന്താണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഗായക സംഘത്തിന് ഈ സേല എന്ന് കണ്ടാൽ എന്താന്ന് ശരിക്കും അറിയാമായിരുന്നു. ഈ പരമ്പരാഗതമായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നിർത്താനുള്ള ഒരിടവേള ആയിരുന്നു എന്ന് ഒത്തിരി വേദശാസ്ത്ര അഭിപ്രായപ്പെടുന്നുണ്ട്. സിമ്മാക്കസ്, തിയോഡീഷ്യൻ എന്നൊക്കെ പറയുന്ന തിയോളജിയൻസ് അവകാശപ്പെടുന്ന അങ്ങനെയാണ്. ചില പാട്ടുകൾ ഇങ്ങനെ പാടി വരുമ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ചില പാട്ടുകളൊക്കെ അങ്ങനെ നമുക്കറിയാം. ചില പാട്ടുകളൊക്കെ പാടി വന്നിട്ട് സഡൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയി കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്സോടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു ശാന്തതയും നമുക്ക് ആ പദങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുകയും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുകയും ചെയ്യുവാനുള്ള ഒരവസരമായി മാറുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സേല എന്നുള്ളത്. രണ്ടാമതായിട്ടൊരു യഹൂദ പാരമ്പര്യം അനുസരിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിത്യവസ്തുതയാണെന്നുള്ളൊരു അഭിപ്രായം കൊടുക്കുക.
എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ പാടിയ കാര്യം ഒരു നിത്യവസ്തുതയാണ്. ഒന്നുകൂടെ അതിനെ ചിന്തിക്കാനുള്ള അവസരമാണ്. അങ്ങനെയും പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. എന്നാൽ ആധുനികമായ വിശദീകരണം, മോഡേൺ ടൈമിലെ വിശദീകരണം എന്ന് പറയുന്നത് സേല എന്ന വാക്കിന് ഉയർത്തുക എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട്. ഉയർത്തുക. അപ്പോ അവിടെ ഈ ശബ്ദം ഉയർത്തിപ്പാടാൻ വേണ്ടി ആയിരിക്കണം എന്ന്. അപ്പൊ ഉയർന്ന ശബ്ദത്തിൽ പാടുവാനോ പാട്ട് നിർത്തി ഇടവേള ലഭിക്കുന്നതിനെ പാട്ടുകാർക്ക് എന്നുള്ള നിർദ്ദേശമായിട്ടും ഒക്കെ ആധുനിക വ്യാഖ്യാതാക്കൾ പഠിക്കുന്നുണ്ട്. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സഡനായി സ്റ്റോപ്പ് ചെയ്യും. ഈ അഭിപ്രായത്തെ ധാരാളം പേര് പിന്താങ്ങുന്നുമുണ്ട്. സേല വരുന്ന മിക്ക സങ്കീർത്തനങ്ങളിലും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സേല എന്ന പദം അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാവേലിക്കര രാജു എന്ന് പറയുന്ന സംഗീതജ്ഞന്റെ ഒക്കെ ചില പാട്ടിനകത്ത് മനസ്സ് വ്യാകുലമരുത് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ പാടി വരുമ്പോൾ പെട്ടെന്ന് അത് പാടുമ്പോ മനസ്സേ വ്യാകുലമരുത് കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. എന്നിട്ട് അടുത്തൊരു ലൈനൂടെ പാടിയിട്ട് അദ്ദേഹം കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നത് മനസ്സേ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റും സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് ഒരു 2 മിനിറ്റ് നേരം പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. ഞാൻ നേരിട്ട് കേട്ട പാട്ടായതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എനിക്കത് ബാക്കി പാടാനൊന്നും അറിയത്തില്ല. അപ്പൊ ആ സേല എന്നുള്ളത് വളരെ അർത്ഥസമ്പുഷ്ടമാണ്. കമോൺ, നെക്സ്റ്റ്. ഈ ഉപകരണങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഈ ശീർഷകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോട്ടെ, ശീർഷകം ചെറിയ കാര്യമല്ല. കവിതയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. സംഗീത വിന്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ചില ഉപകരണങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കേട്ടോ. നമ്പർ 1, തന്ത്രിനാദം. തന്ത്രി എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങുകൾ എന്നല്ലേ. തന്ത്രിനാദം എന്ന പദത്തിൽ നിന്ന് കമ്പി അല്ലെ നൂൽ എന്നിങ്ങനെ അങ്ങനെയുള്ള ഉപകരണത്തിൽ കൂടെ പാടുന്ന പാട്ട്, അതാണ് തന്ത്രിനാദം എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ വേണുനാഥം ഉണ്ടോ? എന്താ ഈ വേണുനാഥം? വേണുനാഥം എന്ന് പറഞ്ഞാൽ അത് സങ്കീർത്തനം 5 കിടപ്പുണ്ട്. ഈ ദ്വാരങ്ങളിൽ കൂടെ വായു കടത്തിവിട്ട് പാടുന്നതാണ്. നമ്മൾ ഇന്ന് അതിന് വിൻ ടൈപ്പ് എന്നൊക്കെ പറയും. നമുക്ക് തന്നെ അറിയാം. നമുക്ക് ഇന്ന് ഉപകരണങ്ങൾ പല ടൈപ്പായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രൽ സ്കൂൾ PIPA കോമ്പറ്റീഷനിലൊക്കെ YPയുടെ ഒക്കെ കോമ്പറ്റീഷനിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉണ്ട്. ഇൻസ്ട്രുമെന്റ് മ്യൂസിക്സ് ഒക്കെ ഉണ്ട്. ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റിനോട് പാടുകയല്ലോ, നമുക്കെല്ലാം സുപരിചിതമാണ്. ഒന്നാമത് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് കൊണ്ടുള്ള ഗാനങ്ങളുണ്ട്. 2 വിൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. 3 ലയ ടൈപ്പ്. ലയ എന്ന് പറയുമ്പോൾ ഈ തബല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാമാണ് ലയ ടൈപ്പ് എന്ന് പറയും. പിന്നെ 4മത്തതാണ് ഇലക്ട്രോണിക്സ് ടൈപ്പ് അല്ലെങ്കിൽ ഓർഗൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതെല്ലാം വ്യത്യസ്തമായിട്ടല്ലേ മത്സരങ്ങൾ നടക്കുന്നത്. ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിൽ മാത്രമല്ലല്ലോ, അമേരിക്കയിലും ഗൾഫ് നാടുകളിലൊക്കെ മത്സരങ്ങളിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്സ് ഉണ്ട്. അപ്പം തന്ത്രിനാദമുണ്ട്, വേണുനാദമുണ്ട്, പല ടൈപ്പ് ഉപകരണങ്ങളുണ്ട്. പിന്നീട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഈ കന്യകമാർ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. കന്യകമാർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ശരിയായിട്ട് നമുക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും കന്യകമാരുടെ രീതിയിലെന്നോ അല്ലെങ്കിൽ കന്യകമാരുടെ ശബ്ദത്തിലെന്നോ അതിനർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കന്യകമാരുടെ തന്നെ ഒരു ഗായക സംഘം ഉണ്ടായിരുന്നുവെന്നും മെയിൽ വോയിസ് കഴിഞ്ഞ് ഫീമെയിൽ വോയിസ് ആയിരുന്നു അവിടെ വേണ്ടിയത് എന്നും വേദശാസ്ത്രം അഭിപ്രായപ്പെടുന്നുണ്ട്. ചില പാട്ടുകൾ പാടി വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഫീമെയിൽ വോയിസ് മതിയല്ലോ, അതാണ് കന്യകമാർ. അതിൽ നിന്ന് തിരിച്ചറിയാനാണ് ഈ അഷ്ടമരാഗം എന്ന് അഷ്ടം എന്ന് പറഞ്ഞാൽ 8 എന്നാണ്. അഷ്ടമരാഗം എന്ന് ഉപയോഗിച്ച് അഷ്ടമരാഗം. അപ്പം 8 എന്നൊരു പദം അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്, മീനിങ് 8ാമത്തേത്. എന്നാൽ ഈ ഫിമെയിൽ വോയിസിൽ നിന്ന് വ്യത്യസ്തമായി
മെയിൽ വോയിസ് എന്നുള്ളത് കാണിക്കാനായിരിക്കണം എന്ന് വേദശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. പിന്നീടുള്ള ഒരെണ്ണമാണ് ഗത്യരാഗം എന്ന് പറയും. ഈ ഗത്യരാഗം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഗത്തിൽ വെച്ച് കണ്ടുപിടിച്ച ഏതെങ്കിലും ഉപകരണത്തെയോ ഗത്യ സംഗീതത്തെക്കുറിച്ചോ ആയിരിക്കാം എന്ന് വേദശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. വേറൊരു സങ്കീർത്തന മേളിൽ യദൂദൂന്യ രാഗം എന്ന് കാണാം. യദൂദൂൻ എന്ന് പറയുന്ന സത്യത്തിൽ 1 ദിനവൃത്താന്തങ്ങൾ 16:41 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദാവീദിന്റെ സംഗീത പ്രമാണി തന്നെയായിരുന്നു യദൂദൂൻ. അപ്പൊ തന്റെ പേരിൽ അറിയപ്പെട്ട പാട്ടുകളോ അല്ലെങ്കിൽ തനിക്ക് എഴുതി കൊടുത്ത പാട്ടുകളോ ഒക്കെ ആയിരിക്കാം എന്ന് ഊഹിക്കുന്നു. പിന്നീടുള്ളത് പുത്രമരണ രാഗം എന്നാണ്. അർത്ഥം ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഒരു രാഗമായിരിക്കണം. പുത്രമരണ രാഗം എന്ന് എഴുതിയിരിക്കുന്നത്. അല്ല, പുത്രൻ മരിച്ചപ്പോൾ എന്നാകണമെന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ. പുത്രമരണ രാഗം. അപ്പൊ അങ്ങനെ ഒരു രാഗം ഉണ്ടായിരുന്നു എന്നും അതിനായിരിക്കണം. ഉഷസിൻ മാൻപേട എന്ന രാഗം ഉണ്ടോ? ഉഷസിൻ മാൻപേട അതും ഒരു രാഗമാണ്. അല്ല, നമ്മൾ ഉഷസിലെ മാൻപേടയുടെ ഓട്ടം എന്നൊന്നും പറഞ്ഞു പിടിപ്പിക്കരുത്. ഒരു രാഗമാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് സാരസരാഗം. സാരസരാഗം ഇനി വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ലില്ലി പുഷ്പം എന്നാണ്. അല്പഭേദഗതിയുടെ സാക്ഷ്യസാരസം എന്നൊക്കെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലും. ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗം ഉണ്ടോ? ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗം. നശിപ്പിക്കരുതേ എന്ന രാഗം. ഈ മുന്തിരിക്കൊലയ്ക്കകത്തൊരു അനുഗ്രഹമുണ്ട്. അതിനാൽ അത് നശിപ്പിക്കരുതേ എന്ന് നമ്മൾ യെശയ്യാവ് 65:8 വായിച്ചാൽ കാണാം. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ മുന്തിരിക്കൊയ്ത്തിന്റെ ആരംഭ ദിനങ്ങളിൽ മുന്തിരിയെ നശിപ്പിക്കരുതേ എന്നുള്ളതായിരുന്നു അതിന്റെ മീനിങ് എന്നാണ് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും പണ്ട് ഒരിക്കലും പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു സഭായത്തിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ അനേകർ ഇന്ന് സഭകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ഒരു കീർത്തനം കിട്ടി എന്നൊന്നും പറഞ്ഞ് നമ്മൾ ശീലിക്കരുത്. അങ്ങനെയൊന്നുമല്ല. മുന്തിരിക്കൊയ്ത്തിന്റെ സമയത്ത് മുന്തിരികൾ നശിപ്പിക്കരുത് എന്നുള്ള നിലയിൽ പാടിയിരുന്ന ഗാനങ്ങളെക്കുറിച്ചാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആരാധനാ സൂചിതമായിട്ടുള്ള ചില ഹെഡിങ്ങുകളുണ്ട്. എന്താ ഈ ആരാധനാ സൂചിതം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പ്രഭാതഗാനം പാടുവാൻ വേണ്ടി ഇവർക്ക് ചില പാട്ടുകളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കീർത്തനങ്ങളുടെ മുകളിൽ പ്രഭാതഗാനം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ശബത്ത് നാളിൽ പാടാനുള്ള കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ശബത്ത് നാളിലെ ഗീതം എന്ന ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം പാടുന്നത്, 2-ാം ദിവസം പാടുന്നത്, അങ്ങനെ 7 ദിവസവും പാടാനുള്ള പാട്ടുകൾ ഇവർക്കുണ്ടായിരുന്നുവെന്ന് മിഷ്നായിൽ നിന്നും മിഡ്രാഷിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിഷ്ന എന്നും മിഡ്രാഷ് എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാക്കായി ആരെങ്കിലും കേട്ടെങ്കിൽ യഹൂദന്മാരുടെ പാരമ്പര്യങ്ങൾക്ക് പറയുന്ന പേരാണ്. മിഷ്ന, മിഡ്രാഷ്, തൽമൂദ്. ഇത് മൂന്നാണ്. ഓക്കെ, ഒറ്റ വാക്കിൽ അവരുടെ പാരമ്പര്യങ്ങൾ. ഓക്കെ, അപ്പോൾ തന്നെ ഈ ശീർഷകങ്ങൾക്കകത്തുനിന്ന് നമുക്ക് ചരിത്രത്തിന്റെ സന്ദർഭങ്ങൾ കിട്ടുന്നുണ്ട്. ചരിത്ര സന്ദർഭങ്ങൾ. ഇപ്പം ഒത്തിരി സംഘടന അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് രാജാവ് ഓടിയപ്പോൾ പാടിയ ഗീതം. അപ്പൊ നമുക്ക് അതിന്റെ ചരിത്രം കിട്ടുക, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടുക. അപ്പൊ ഈ ശീർഷകങ്ങൾക്കകത്ത് ചരിത്ര സന്ദർഭ സൂചിതമായ ശീർഷകങ്ങളുണ്ട്. ധാരാളം സങ്കീർത്തനങ്ങളിൽ അങ്ങനെ നമുക്ക് ചരിത്ര സന്ദർഭം കിട്ടും. ഗ്രന്ഥകർത്തൃത്വം സൂചിപ്പിക്കുന്ന സംഗതി നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കളക്ഷൻസ് പറഞ്ഞതാണ്. അതെല്ലാം ശീർഷകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാവീദ് എഴുതിയ സങ്കീർത്തനം, മോശ എഴുതിയ സങ്കീർത്തനം, ശലോമോൻ എഴുതിയത്, ആസഫ് എഴുതിയത്, കോരഹപുത്രന്മാർ എഴുതിയത്, ഹേമാന്, ഏഥാൻ ഇവരൊക്കെ എഴുതിയ സങ്കീർത്തനം. അപ്പം ഗ്രന്ഥകർത്തൃത്വം സംബന്ധിച്ചും നമുക്ക് ഇതിൽ നിന്ന് അറിവുകൾ ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡ് ഞാനൊന്ന് മാറ്റാനായിട്ട് പോകുന്നു. ഒറ്റ നിമിഷം കൂടെ നോക്കിക്കോളൂ. ഇതിന് മുഖവുര. ശീർഷകങ്ങൾ പാടെ തള്ളിക്കളയുന്നത് അപകടമാണ്. അവയെ തിരുവഴുത്തുകളുടെ ഭാഗമായി സ്വീകരിക്കുന്നതും അപകടമാണ്.
കവിതയുടെ സ്വഭാവം. സങ്കീർത്തനമെന്നും ഗീതമെന്നും മസ്കിലെന്നും സ്വർണ്ണഗീതമെന്നും വിഭ്രമഗീതമെന്നും ഒരു പ്രാർത്ഥനയെന്നും ഉള്ള ഹെഡിങ്ങുകൾ അതിനകത്തുണ്ട്. അത് കവിതയുടെ സ്വഭാവമാണ്. സംഗീത വിന്യാസം സംബന്ധിച്ച് സംഗീത പ്രമാണി എന്നും സേല എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഉപകരണങ്ങളോട് ബന്ധപ്പെട്ടാണ് തന്ത്രിനാഥം, വേണുനാഥം, കന്യകമാർ, അഷ്ടമരാഗം, ഗത്യരാഗം, യദൂധൂന്യരാഗം, പുത്രമരണരാഗം, ഉഷസിൻ മാൻപേട എന്ന രാഗം, സാരസരാഗം, ദൂരസ്ഥന്മാരുടെ മിണ്ടാത്ത പ്രാവ് എന്ന രാഗം, നശിപ്പിക്കരുത് എന്ന രാഗം. ആരാധന സൂചിതമായിട്ട് നമുക്ക് ശബത്ത് നാൾക്കുള്ളത് പ്രഭാതഗാനം, സന്ധ്യാഗാനം, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഉപയോഗിക്കുക. 1-ാം ദിനം 2-ാം ദിനം ഉപയോഗിക്കുന്ന ഗീതങ്ങളുണ്ടായിരുന്നു. ദെൻ ചരിത്ര സന്ദർഭങ്ങൾ ശീർഷകങ്ങൾ നമുക്ക് കിട്ടുന്നു. ഗ്രന്ഥാകർത്തൃത്വം നമുക്കിൽ നിന്ന് കിട്ടുന്നു. നോക്കണേ ശീർഷകങ്ങളുടെ വാല്യൂ. ശീർഷകങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു. സോ വളരെ വാല്യൂ ആണ് ശീർഷകങ്ങൾക്കുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. എബ്രായ കവിതയുടെ ചില സവിശേഷതകൾ കൂടെ ഞാൻ ഈ 1-2 വാക്കുകൾ കൊണ്ടുകൂടെ പറയാം. എബ്രായ ഗീതങ്ങളുടെ ചില സവിശേഷതകൾ. ഈ നമുക്ക് മലയാള പാട്ടുകളുടെ സവിശേഷതകളൊക്കെ നമുക്കറിയാം. മലയാള പാട്ടുകൾക്കകത്ത് വൃത്തമുണ്ട്, അലങ്കാരങ്ങളുണ്ട്, താളമുണ്ട്, ലയമുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ. പിന്നെ ഭാഷ നമുക്ക് പാടാൻ പറ്റിയല്ലോ. അതെല്ലാം അനുസരിച്ചാണ് പാട്ടുകളെല്ലാം. ഇപ്പൊ എബ്രായ കവിതകളും സത്യത്തിൽ നമുക്കറിയാം. എബ്രായ കവിതകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സങ്കീർത്തനം മാത്രമല്ല, ഇയ്യോബുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, സദൃശവാക്യങ്ങളുണ്ട്, സഭാപ്രസംഗമുണ്ട്, ഉത്തമഗീതമുണ്ട്. അത്ര നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷെ വിലാപങ്ങൾ മുഴുവൻ ഗീതമാണ്. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ പല ഭാഗങ്ങളും ഗീതങ്ങൾ മാത്രമാണ്. യഹോവയുടെ യുദ്ധപുസ്തകം, ശൂരപുസ്തകം, ഇതെല്ലാം ഗീതങ്ങളാണ്. പഴയ നിയമത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് മോശയുടെ കാലത്തൊക്കെ പോയാൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അനന്തരം മോശ പാടിയ പാട്ട്, അനന്തരം മോശയുടെ സഹോദരി മിരിയാം ചെങ്കടൽ കടന്നപ്പോൾ തപ്പെടുത്ത് പാടിയ പാട്ട്. അപ്പൊ അവിടെ ഒക്കെ പാട്ടുകൾ കിടപ്പുണ്ട്. അപ്പോൾ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഗീതങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ പാട്ടുകൾ കിടപ്പില്ലേ? നിങ്ങൾക്ക് പെട്ടെന്നൊരു സംശയം തോന്നി, പഴയ നിയമത്തിലെ പാട്ടുള്ളോ? പുതിയ നിയമത്തിലുണ്ട്. സക്കറിയ പ്രവാചകൻ പാടുന്നില്ലേ? സോറി, സക്കറിയ പുരോഹിതൻ. പ്രവാചകൻ പാടുന്നുണ്ട്. സക്കറിയ പുരോഹിതൻ പാടുന്നില്ലേ? എലിസബത്ത് പാടുന്നില്ലേ? മറിയ പാടുന്നില്ലേ? ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ നോക്ക്. അനന്തരം അവർ പാടിയത് എന്തെന്നാൽ ഉണ്ടോ, ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിയെന്നാൽ. അപ്പം സത്യത്തിൽ ഈ പാട്ടെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും പാട്ടുകളാണ്. അപ്പൊ നമ്മുടെ പഠനത്തിന്റെ മേഖല വർദ്ധിക്കുകയാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്നെന്ന് കൂട്ടി സങ്കീർത്തനങ്ങൾ തുടങ്ങിയിട്ട് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ചെയ്യാൻ പോവാ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും പാട്ടുകളാണ്. അപ്പൊ ഈ ന്യൂ ടെസ്റ്റ്മെന്റിലേത് എബ്രായ പാട്ടുകളല്ല, ഗ്രീക്ക് പാട്ടുകളാണ്. അപ്പൊ എബ്രായ കവിതയുടെ സവിശേഷതകളിൽ നമ്പർ 1, ഒന്നാമത്തെ കാര്യം റിത്തം അല്ലെങ്കിൽ താളമുണ്ട്. തീർച്ചയായിട്ടും ഇവയുടെ താളം നമുക്ക് ഈ എബ്രായ പാട്ടുകളുടെ താളം അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സങ്കീർത്തനമൊക്കെ സഭായോഗത്തിന് വായിക്കുക ചെയ്യുന്നത്, പാടുകയല്ല. കാരണം നമുക്ക് അതിൻ്റെ ഒറിജിനൽ ട്യൂൺ അറിയത്തില്ലല്ലോ. എബ്രായ ഗീതങ്ങൾക്ക് താളമുണ്ട് അല്ലെങ്കിൽ ലയമുണ്ട്. അത് പാശ്ചാത്യ പാട്ടുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ ഇതിനകത്ത് ഈ പ്രാസങ്ങൾ എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇവരുടെ ഇല്ലായിരുന്നു. വൃത്തപ്രധാനമായ താളമാണ് ഇതിനകത്ത് പ്രധാനം ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ഇപ്പം നമുക്കൊരു പാട്ട് കിട്ടിയാൽ നമ്മൾ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ വൃത്തവും കൂടെ കിട്ടിയാൽ നമ്മൾ പാടുകയല്ലേ? 3 2 2 3 2 2 എഴുത്തുകൾ 14 6 ഗണം പാദം 2 1 പോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും നടുക്കുയതി പദാതി പൊരുത്തം ഇത് കേകയാം എന്ന് പറഞ്ഞിട്ട് പട്ടിണി കൊണ്ട് മെലിഞ്ഞ പണ്ഡിതന് കുശസ്ഥലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് വായിച്ചു വിടുവോ? ഇല്ല. കാരണം എന്നാ, നമുക്കതറിയാം. പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി. അപ്പം നമുക്കതിൻ്റെ താളോലയം അറിയാം. എന്നാൽ എബ്രായ പാട്ടുകളുടെ താളോലയവും നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് എബ്രായ ഭാഷ പഠിക്കണം, എബ്രായ ഗ്രാമർ പഠിക്കണം. എബ്രായ ഭാഷയിൽ പ്രാവീണ്യം പുലർത്തിയാൽ മാത്രമേ നമുക്ക് എബ്രായ പാട്ടുകൾ ശരിക്കും പാടാൻ നമുക്ക് കഴിയത്തുള്ളൂ. പിന്നെ
അങ്ങനെയുള്ളവർ പറഞ്ഞുള്ള അറിവുകളുടെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്നു. ശ്രദ്ധിക്കുക. അപ്പൊ ഈ നാഴികമണിയുടെ ക്രമമായ ടിക് ടിക് സ്വരം പോലെ അല്ല, പകരം ആഴിയുടെ ക്രമരഹിതമായ അലടി പോലുള്ള ഫലമാണ് എബ്രായ കവിത എന്നാണ് ഒരു വേദശാസ്ത്രി ഒരിക്കൽ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ താളലയാത്മകമായിട്ടുണ്ട്. നമ്മളൊക്കെ പാട്ടുകൾക്കൊക്കെ മാർക്കിടാനൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കും നിങ്ങളിൽ പലരും. പാട്ട് പഠിച്ചിട്ടോ വോക്കൽ പഠിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല മാർക്കിടുന്നത്. ശരിയായ കുട്ടിക്ക് ഒരു പക്ഷെ മാർക്ക് ലഭിച്ചെന്നും വരികയില്ല. നമുക്കിഷ്ടമുള്ള പാട്ട് പാടിയ ആളിന് ചിലപ്പോൾ മാർക്ക് കൊടുത്തെന്നും വരും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ കോമ്പറ്റീഷന്, സംഗീത കോമ്പറ്റീഷന് മാർക്കിടാൻ പോകുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, മാന്യ സുഹൃത്തെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടുമ്പോൾ മാർക്കിടുന്ന പ്രവണത ചെയ്യരുത്. പാട്ടിന്റെ താളം, ലയം, അതിന്റെ മീനിങ് ഇതൊക്കെ നോക്കി ആ പാട്ടിടേണ്ടത്. അല്ലാതെ ഒന്നുമല്ല. ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ദയവായി മാർക്കിടാൻ പോകല്ല. ആ കുട്ടിയുടെ ഭാവിയെ നമ്മൾ നശിപ്പിക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കും. അപ്പൊ ഇങ്ങനെ താളം, ലയം ഇതെല്ലാം ഉണ്ട്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാരലലിസമാണ്. ഈ സമാന്തരത്വം എന്ന് പറയും. ഈ ഒരു ചരണത്തിലെ ആദ്യ വരി തന്നെ പിന്നെയും തുടർന്നു വരിക, അത് ആവർത്തിക്കുകയോ ചെയ്യുക. ഇതിനെയൊക്കെയാണ് പാരലലിസം അല്ലെങ്കിൽ സമാന്തരത്വം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയോ, അതിനകത്തുള്ള സബ് ആയിട്ട് ഒത്തിരി ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് പാരലിസം, രണ്ട് ആന്റിതെറ്റിക് പാരലിസം അല്ലെ സമ്പൂർണ്ണ സമാന്തരത്വം, വിപരീത സമാന്തരത്വം. ഈ സമ്പൂർണ്ണ സമാന്തരത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ സങ്കീർത്തനങ്ങൾ 37:30 ഒരാളൊന്ന് വായിക്കാമോ? വളരെ വേഗം. സങ്കീർത്തനങ്ങൾ 37:30 ഒന്ന് വായിച്ചേ. നീതിമാന്റെ വായി ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. ഉണ്ടോ? ആ രണ്ട് ലൈനും ഒന്ന് തന്നെയല്ലേ? നീതിമാന്റെ വായ ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. ഉണ്ടോ? ആ 37 തന്നെ മൂന്നാം വാക്യം ഒന്ന് നോക്കിയേ, വേഴ്സ് 3. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് പാരലിസം തന്നെയാ, സമ്പൂർണ്ണ സമാന്തരത്വം തന്നെയാണ്. അപ്പൊ പിന്നെ ആന്റിതെറ്റിക് എന്തുവാ? വിപരീത സമാന്തരത്വം. ബാക്കി തന്നെ പിടികിട്ടി. ഒരു ലൈനിൽ പറയുന്നതിന് നേരെ എതിരായിരിക്കും അടുത്ത ലൈനിൽ പറയുക. ഓക്കെ, നമുക്ക് 1-ാം സങ്കീർത്തനം തന്നെ ഒരു ഉദാഹരണമല്ലേ? 1-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. കണ്ടോ? യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി. അതിനാണ് വിപരീത സമാന്തരത്വം എന്നതുകൊണ്ട് അതെ ഉദ്ദേശിക്കുന്നത്. ഇനിയും സദൃശവാക്യം 15:20 എന്ന് വായിച്ചു. നിങ്ങൾ എഴുതുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൂടെ എഴുതിക്കൂ. സദൃശവാക്യങ്ങൾ 15:20. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. ഉണ്ടോ? ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢൻ നിന്ദിക്കുന്നു. ഇതാണ് വിപരീത സമാന്തരത്വം. ഇനിയുള്ളത് സിനോനിമസ് പാരലിസ്, ആവർത്തന സമാന്തരത്വം. അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയുക. 15-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഉണ്ടോ? യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ആവർത്തന സമാന്തരത്വമാണ്. സംശ്ലേഷണ സമാന്തരത്വം എന്ന് പറഞ്ഞാൽ ആദ്യ വരിയിലെ ആശയത്തെ 2-ാം വരി കൊണ്ട് വിപുലമാക്കുകയാണ്. ഇപ്പൊ അടുത്ത സങ്കീർത്തനം 15 കയ്യിലുണ്ട്, എളുപ്പമുണ്ട്. 4-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. കണ്ടോ? അപ്പൊ വഷളനെ നിന്ദിനായി എണ്ണുക എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, വീണ്ടും അതിന് എക്സ്പ്ലനേഷൻ നൽകി. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സിന്തറ്റിക് പാരലിസം എന്ന് പറയും. ദെൻ ഇൻകംപ്ലീറ്റ് പാരലിസം, അപൂർണ സമാന്തരത്വം എന്ന് പറഞ്ഞാൽ 2-ാം വരിയിൽ ഒരു ഭാഗം 1-ാം വരിയിൽ ഇല്ല.
വിട്ടുകളയുന്ന ഭാഗങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കണ്ടോ? 1-ാം സങ്കീർത്തനം 5-ാം വാക്യം. ആകയാൽ ദുഷ്ടന്മാർ ന്യായസ്ഥാനത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യെശയ്യാ 1:3 പറയുന്നു, കാള തന്റെ ഉടയവനെയും കഴുത തന്നെ യജമാന്റെ പുത്രനെയും. അപ്പൊ ഇതെല്ലാം അപൂർണ സമാന്തരത്വമാണ്. പിന്നെയുള്ളത് ക്ലൈമാറ്റിക് ഉണ്ടോ? ക്ലൈമാറ്റിക് പാരലിസം, പരമകാഷ്ടോന്മുഖ സമാന്തരത്വം എന്ന് പറയും. ആശയം ആവർത്തിക്കുകയും അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പൊ സങ്കീർത്തനം 92-ാം സങ്കീർത്തനം 9-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 92:9. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതിയോട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. കണ്ടോ? അപ്പൊ ഇത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ക്ലൈമാറ്റിക് പാരലിസം എന്ന് പറയുന്ന പരമകാഷ്ട ഉന്മുഖ സമാന്തരത്വം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതിന്റെ ഘടനകൾ. ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ പൊതുവെ ഈരടികളാണ്. മലയാളത്തിലെ പോലുള്ള പ്രാസം, അതായത് നമുക്ക് ഈ പ്രാസമുണ്ട്, അല്ലെ ആദ്യാക്ഷര പ്രാസമുണ്ട്, അന്ത്യാക്ഷര പ്രാസം, ഇങ്ങനെയുള്ള പ്രാസമൊന്നും പൊതുവെ എബ്രായ പാട്ടുകൾക്കില്ല. അവയുടെ സ്ട്രക്ചർ, ഘടനയാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അപ്പൊ അവയും അങ്ങനെയുള്ള ക്രമീകൃതമായ ഘടനകളുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്രോസ്റ്റിക്സ് സാം. അക്ഷരമാല ക്രമത്തിലുള്ള സങ്കീർത്തനങ്ങളാണ്. അക്ഷരമാല ക്രമത്തിലുള്ള സങ്കീർത്തനങ്ങൾ. ഈ എബ്രായ ഭാഷയിൽ 22 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. ആലഫ്, ബത്ത്, ഗീമൽ, ദാലത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവസാനത്തേത് നമ്മൾ പറയുന്നതിൽ ഈ 119-ാം സങ്കീർത്തനത്തിനകത്ത് 22 ഖണ്ഡങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് എബ്രായ ഭാഷയിലെ 22 ലെറ്റേഴ്സ്. അതതിൻ്റെ മേൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഖണ്ഡികയുടെ മേൽ 8 വാക്യം വീതമാണ് ഓരോ പോർഷൻ. അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് എബ്രായ ആൽഫബറ്റ്. ആലഫ്, ബത്ത്, ഗീമൽ, ദാലത്ത്, ഇങ്ങനെ അങ്ങ് കിടക്കുക. ഓക്കെ, 22 നിങ്ങളത് ഇന്ന് ക്ലാസ് കഴിഞ്ഞേച്ച് ഒരു പേപ്പർ എഴുതി പഠിക്കേ, ദാറ്റ്സ് ഫൈൻ. ഒന്നുമല്ലേ എബ്രായ ആൽഫബറ്റ്സ് കയറിയാണ്. നമ്മൾ കൊച്ചു പിള്ളേർ നമ്മുടെ എന്നാ ABCD അവർ എഴുതി പഠിക്കുന്നതിന് അവർ ആദ്യം പറഞ്ഞല്ലേ പഠിക്കുന്നേ? ABCDEFGHIJK LMNOPQRSTUVWXYZ പിന്നല്ലേ എഴുതി പഠിച്ചത്. അപ്പോൾ നിങ്ങളതൊക്കെ കാണാൻ പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആലഫ്, ബത്ത്, ഗീമൽ, ദാല എന്ന് പറഞ്ഞിങ്ങനെ 22 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. എന്നാൽ അടുത്ത കേട്ടോണേ, ഈ ഓരോ ഖണ്ഡികകളും ആ സങ്കീർത്തനങ്ങൾ പാട്ട് ആലഫ് എന്നുള്ളതിനകത്ത് ആലഫ് ചേർത്ത് മാത്രമായിരിക്കും ആ പാട്ട്. ബേത്ത് എന്നുള്ളതിനകത്ത് ബേത്ത് ചേർത്താണ് ആ പാട്ട്. അതായിരുന്നു നമ്മുടെ പ്രത്യേക അക്ഷരമാല ക്രമത്തിലുള്ള പാട്ടുകളായിരുന്നു. അപ്പൊ നോക്കൂ, ഈ പേജിൽ ഞാൻ മറിക്കും എബ്രായ കവിതകളുടെ ചില സവിശേഷതകൾ. പ്രാരംഭമായിട്ട് ഇത് നമുക്ക് അനിവാര്യമായതുകൊണ്ടാണ്. റിതം ഉണ്ട്, പാരലിസം ഉണ്ട്, ദെൻ സ്ട്രക്ചർ ഉണ്ട്, ആക്രോസ്റ്റിക് സാംസ് ഉണ്ട്. കമോൺ, നെക്സ്റ്റ് വൺ, ഇലമെന്റ്സ് ഓഫ് വർഷിപ്പ്. ഈ ആരാധനകൾക്ക് വേണ്ടി പല ഇലമെന്റ്സ് ഓഫ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗോഡ് ഷുഡ് ബി ഇൻ ദ സെന്റർ. ആരാധനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവമാണ്, മെക്കാനിക്കൽ അല്ല. ആരാധന കേന്ദ്രം ദൈവമാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. കേട്ടോ, നമ്മൾ സഭകളിലൊക്കെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. യാതൊരു വ്യക്തികൾക്കും മഹത്വം കൊടുക്കരുത് ആരാധനയിൽ, അല്ലേ? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആരാധിക്കണം എന്നല്ല എഴുതിയിരിക്കുന്നത്, സ്നേഹിക്കണം. സ്നേഹാധിഷ്ഠിതമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആരും മറക്കരുത്. ദൈവത്തെ നമ്മൾ ആരാധിക്കും. നമ്മൾ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് ദൈവത്തെ പ്രൈസ് ചെയ്യാന്നാണ്. ഞാനൊരു സഭയുടെ പാസ്റ്ററാണല്ലോ. ഒരിക്കലും ഒരാൾ വന്ന് എന്നോട് ഒരു കംപ്ലൈന്റ് പറഞ്ഞു, പാസ്റ്ററെ
ഇന്ന സഹോദരൻ എനിക്ക് പ്രൈസ് ലോഡ് തന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ വളരെ ചിരിച്ചോണ്ട് പറഞ്ഞു, പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവത്തിന് മഹത്വം. അത് എനിക്ക് തന്നില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോഴദ്ദേഹം സോറി എന്ന് പറഞ്ഞു. നമ്മൾ ദൈവത്തെയാ പ്രൈസ് ചെയ്യുന്നത്, അല്ലാതെ അവന് ഞാൻ പ്രൈസ് ലോഡ് കൊടുത്തില്ല, ഇവക്ക് ഞാൻ പ്രൈസ് ലോഡ് കൊടുത്തില്ല. പ്രൈസ് ലോഡ് ആയി ക്ഷയിക്കാണ്ട് കൊടുക്കാന്നാ പറയുന്നത്. അതിന് നമുക്ക് നല്ല പദം ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ ഒക്കെ പറഞ്ഞാൽ പോരെ, വിഷിംഗ് വേർഡ്സ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന ഒരു വിഷിംഗ് വേർഡ് അല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രൈസ് ദി ലോർഡ് ഈസ് നോട്ട് എ വിഷിംഗ് വേർഡ്. നിർഭാഗ്യവശാൽ പെന്തക്കോസ്ത സമൂഹങ്ങളുടെ ഒരു വിഷിംഗ് വേർഡായിട്ട് മാറിയിരിക്കുക പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നതല്ല. പ്രൈസ് ദി ലോർഡ് എപ്പോഴും ഉപയോഗിക്കണം. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നേ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്ന പദങ്ങളാണ്. വ്യക്തികൾ തമ്മിൽ പറയുമ്പോൾ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഹൗ ആർ യു, ഇതൊക്കെയല്ലേ വിഷിംഗ് വേർഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ദൈവമാണ് കേന്ദ്രമായിരിക്കുന്നത്. ദൈവമാണ് കേന്ദ്രം. സോ ആരാധനയുടെ കേന്ദ്രം ദൈവമായിരിക്കണം. ആരാധന ഗാനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന അങ്ങനെയായിരിക്കണം. നമ്മളിനിയും പഠിക്കാൻ പോവാം. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു പാട്ട് പോലും സെലക്ട് ചെയ്യുന്നത്. എല്ലാം ഇതിനകത്ത് വരാൻ പോവാനും ഡീപ്പായ ഒരു പഠനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, വളരെ ഡീപ്പായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നത്? ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ. ഇപ്പൊ ആരാധനയ്ക്ക് എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ തന്നെ ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ ലയിച്ചു ചേരുകയാ ദൈവത്തോട്. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞ് കേൾക്കും കാതുള്ളോൻ, ലോക പാപച്ചുമടിന് ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പാതിന് കുരിശെടുത്തു ഗൊൽഗോഥായിൽ പോയോനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. അപ്പൊ ഈ പാട്ടുകൾക്കെല്ലാം ഇതിന്റെ ഏറ്റവും വലിയ എലമെന്റ് മറക്കല്ല, അതായത് എലിമെന്റ്സ് ഓഫ് വർഷിപ്പ്. ആരാധനയുടെ ഏറ്റവും സെന്റർ കോർ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തെയാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്, ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്. അവ ദൈവ കേന്ദ്രീകൃതമാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കും നമ്മുടെ ഗാനങ്ങളെല്ലാം. അപ്പൊ എലിമെന്റ്സ് ഓഫ് വർഷിപ്പ്, നമ്പർ 1, God should be in the center. Number 2, we should be completely frank. എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സുതാര്യമായി ആരാധനയിൽ പങ്കാളികളാവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഇല്ല ആരാധനയിൽ. നിങ്ങൾക്ക് ആ വാക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. ആരാധനയിൽ ആരെയും റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് തുള്ളിച്ചാടണമെങ്കിൽ തുള്ളിച്ചാടിക്കോട്ടെ, ഒരാൾക്ക് കൈയടിക്കണമെന്ന് തോന്നുമെങ്കിൽ കൈയടിച്ചോട്ടെ. കാരണം ഓരോ വ്യക്തികൾക്ക് ഓരോ രീതികളാണ്. ചിലർക്ക് ആരാധനയിൽ കരയുന്നതായിരിക്കും ഇഷ്ടം, കരയട്ടെ. ഏത് വിധേനയാണെങ്കിലും ദൈവത്തെ അവർ ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ നമുക്ക് ചിലപ്പം പെന്തക്കോസ്ത സമൂഹങ്ങളിൽ പാട്ടുകൾക്ക് സ്പീഡ് കൂടിയ പാട്ടും കൈയടിക്കുന്ന പാട്ടുകളും വന്നാലേ നമ്മൾ സംതൃപ്തരാകത്തുള്ളൂ. പക്ഷെ ആ ഒരു സംതൃപ്തി അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒത്തിരി സഭകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഒത്തിരി സഭകൾ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ സഭയിൽ അവർ പാടുന്നത്, സഭായോഗത്തിന് പാടുന്ന പാട്ടുകൾ കൈയടിച്ച് വലിയ ഷൗട്ട് ചെയ്യാനുള്ള പാട്ടുകളൊന്നുമല്ല. പക്ഷെ ഞാനത് വളരെ നോട്ട് ചെയ്തു. പാട്ട് പാടിക്കുന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് മനസ്സിന് വിഷമം, നല്ലൊന്ന് കൈയടിച്ചൊന്ന് ആരാധിക്കാൻ പറ്റും, അന്യഭാഷ പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എന്നെ മതിച്ചെങ്കിലും ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, എന്നെ മാനസാന്തരത്തിൽ നയിച്ചു. ഓരോരുത്തരും കണ്ണിൽ കൂടെ കണ്ണുനീർ ധാരധാരെ ഒഴുകുകയാണ്. ഒരു സഭായം തുടങ്ങുന്നു. ഞാൻ ഉടനെ പറയുന്ന ഒരു പാട്ട് നമുക്ക് പാടാം, എല്ലാവർക്കും പരിചിതമായ ഒരു പാട്ട് പാടാം. എല്ലാവരും കരങ്ങളടിച്ച് ആത്മനിറവിൽ അന്യഭാഷകളൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞു.
ഉടനെ അവിടെ പാടിയ പാട്ടാണെന്നറിയാമോ? അവിടെ ഉടനെ പാടിയ പാട്ട് എന്ന് പറയുന്നത് ഈ കൈയടിച്ച് പാടാവുന്ന ഒരു പാട്ടൊന്നുമല്ലായിരുന്നു. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. സത്യം പറഞ്ഞാൽ നമുക്ക് നിരാശ വന്നു. എനിക്ക് നിരാശ തോന്നി. പാട്ടിന്റെ അർത്ഥത്തിലുള്ള നിരാശയല്ല, കൈയടിക്കാൻ പറ്റുന്നില്ലുള്ള നിരാശ. എന്നാൽ അടുത്ത നിമിഷം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇവർ മുഴുവൻ ഏകദേശം ഒരു 70-75 പേരുടെ മുമ്പിൽ നിൽപ്പുണ്ട്. 80 പേരുടെ അടുത്ത്. ഇത്രയും പേരുടെ കണ്ണിൽ കൂടെ കണ്ണുനീരിങ്ങനെ ഈ കവിൾത്തടങ്ങൾ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഉണ്ടോ? ഈ പാട്ട് പാടിയാൽ, സഭായോഗത്തിന് ഈ പാട്ട് പാടിയാൽ പെന്തിക്കോസുകാരായ നമുക്ക് സംതൃപ്തി വരുമോ? ഇല്ല. ഞാൻ പെന്തിക്കോസ് ഹോളിൽ തന്നെയാണ് ഈ യോഗം നടത്തിയത്, ആരാധന നടത്തിയത്. പക്ഷെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, ഏകരടിച്ച് കരയാവൻ ആ ക്രിസ്തുവിന്റെ സ്നേഹമോർത്ത്, യേശുവിന്റെ സ്നേഹമോർത്ത് അവർ ഏകരടിച്ച് കരയുക. അവർ ദൈവത്തെ ആരാധിക്കുന്നില്ലെന്ന് പറയാൻ നമുക്ക് കഴിയുമോ പ്രിയരെ? നമ്മളൊത്തിരി ചേഞ്ച് ആകേണ്ടിയിരിപ്പുണ്ട്. അവർ ദൈവത്തെ ആരാധിക്കുകയാണ്, അവർ പൊട്ടിക്കരയുകയാണ്, അവരാരും കൈയടിക്കുന്നില്ല. ഇനി വേറെ ചിലത്ത് കൈയടിക്കുന്നു, ഓക്കെ, നമുക്ക് വിരോധമില്ല. അവർ കൈയടിച്ചോട്ടെ, തുള്ളിച്ചാടിക്കോട്ടെ, അവരങ്ങനെ ദൈവത്തെ ആരാധിച്ചോട്ടെ. അതാണ് അവരുടെ സംതൃപ്തിയെങ്കിൽ അത് ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തിയായ രീതിയിൽ ദൈവത്തെ ആരാധിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. വി ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫ്രാങ്ക്. നമുക്ക് വളരെ സുതാര്യമായി ആരാധനയിൽ പങ്കാളികളാകുവാൻ സാധിക്കണം. ചിലർക്ക് കൈ ഉയർത്തുന്നതാ ഒരു ആരാധനയ്ക്ക് സന്തോഷം. അവർ കൈ ഉയർത്തട്ടെന്ന്, അല്ലാതെ നീ കൈ ഉയർത്താൻ നിനക്ക് 2 കൈ ദൈവം തന്നില്ലേ, നീ കൈ അടിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ നീ അതിൽ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ മതി. അതാണ് അയാൾക്ക് സംതൃപ്തി. മതി. ആ വ്യക്തി അതിൽ സന്തുഷ്ടനാണെങ്കിൽ ദാറ്റ്സ് ഇനഫ്. ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം ഒരു മനുഷ്യൻ സംതൃപ്തനാകുന്നതല്ലല്ലോ, ദൈവം സംപ്രീതനാകുന്നതല്ലേ ആരാധന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പദം ഒരിക്കൽ കൂടെ പറയാം. ഒരു മനുഷ്യനെയും പ്ലീസ് ചെയ്യാനല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ആരാധന ദൈവത്തെ പ്ലീസ് ചെയ്യാനാണ്. ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവം സംപ്രീതനായാൽ മതി, വേറെ ആരും സംപ്രീതരാകണമെന്നില്ല. So elements of worship. Number 1, God should be in the center. And number 2, we should be completely frank. ദൈവമാണ് കേന്ദ്രം. 2, വളരെ സുതാര്യമായി ആരാധനയിൽ പങ്കാളികളാകുവാൻ സാധിക്കണം. അന്യഭാഷ പറഞ്ഞാലേ സംതൃപ്തി വരത്തുള്ളെങ്കിൽ 100% അന്യഭാഷ പറഞ്ഞ ദൈവത്തെ ആരാധിക്കണം, അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാവില്ല. തന്നെയല്ല, അന്യഭാഷയെ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. മനുഷ്യരാൽ തിരിച്ചറിയുന്നില്ലല്ലോ, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ദൈവം സംപ്രീതനാകുന്നുണ്ട്. നമുക്ക് സ്വയമായി അന്യഭാഷയിൽ സംസാരിക്കാൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. നമ്പർ 2, ദൈവം സംപ്രീതനാകുന്നു. ഓക്കെ, നോ പ്രോബ്ലം. അതുകൊണ്ടാണ് പറഞ്ഞത് വി ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫ്രാങ്ക്. സുതാര്യമായ ആരാധന പങ്കാളികളാണ്. ഓക്കെ, അടുത്ത് എഴുതിയിരിക്കുന്ന എല്ലാവരും വായിക്കണം. പ്ലീസ് മേക്ക് എൻ അസൈൻമെന്റ് അബൌട്ട് ടൈറ്റിൽസ്. ശീർഷകങ്ങളെ കുറിച്ച് ഒരു അസൈൻമെന്റ് നിങ്ങൾ തയ്യാറാക്കുക. തയ്യാറാക്കിയ ഗുണം എന്നാണെന്നറിയാം, നിങ്ങൾക്കത് എന്നും ഒരു അസറ്റായിട്ട് കിടക്കും. അതൊരു അസറ്റായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം, മസ്കിൽ എന്നാൽ എന്ത്, മാൻപേട, ഉഷസിന്റെ മാൻപേട എന്നാൽ എന്ത്, പുത്രമണരാഗ, ഇതെല്ലാം നോട്ട് ചെയ്ത് അതിന് മതിയായ നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കുവാൻ ബൈബിൾ ഡിക്ഷണറിയിൽ കിട്ടും, ബൈബിൾ കമന്ററിയിൽ കിട്ടും, ഇന്റർപ്രിട്ടേഷൻസ് കിട്ടും, ഡിഫറെന്റ് വേർഷൻസ് കിട്ടും,
അപ്പോഴത്തെ സ്റ്റഡി ബൈബിൾക്കകത്ത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതൊന്നും പറ്റിയില്ല, GPT-യോ ഇന്നത്തെ ലേറ്റസ്റ്റായ നമ്മുടെ മാധ്യമങ്ങളിലോ കിട്ടും. അത് ജെമിനി പോലുള്ള ജെമിനി ഉണ്ട്, വേറെ ഒത്തിരി 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 GPTs ഉണ്ട്. അതിനോട് നമ്മൾ ചോദിച്ചാൽ അവർ ഉത്തരം തരും. ചാർട്ടായിട്ട് വേണേൽ പ്രിന്റ് ചെയ്ത് തരും, ടൈപ്പ് ചെയ്ത് തരും. ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കണം. കാരണം എന്താണെന്നറിയാമോ, എങ്ങനെയെങ്കിലും നിങ്ങളിത് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞത്. ഇതൊക്കെ എന്താണെന്ന് അറിയണം. ശീർഷകങ്ങൾക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് സങ്കീർത്തനം പഠിക്കുന്നത്? സങ്കീർത്തന പഠനത്തിന്റെ അനിവാര്യതയിൽ ഏറ്റവും പ്രാധാന്യതയാണ് ശീർഷകങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് ശീർഷകങ്ങളുടെ അസൈൻമെന്റ് തയ്യാറാക്കാൻ പറഞ്ഞ ആ ടോപ്പിക്ക് ഇവിടെ ക്ലോസ് ചെയ്തു. സോ നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ്, അടുത്ത ആഴ്ച മുതൽ നമ്മൾ സങ്കീർത്തനങ്ങളിലേക്ക് കയറുക. അപ്പൊ ഇത്രയും ഭാഗം അതിന്റെ ഔട്ട്ലൈൻ എന്ന സെക്ഷനാണ് ഇവിടെ കൊണ്ട് തീരുന്നത്. ഔട്ട്ലൈൻ ഇവിടെ കൊണ്ട് തീർന്നു. എത്ര ഭംഗിയായിരിക്കുന്നു. നമുക്കത് ഏറ്റവും ഭംഗിയായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയും. ശീർഷകങ്ങൾ പിന്നീട് ആഡ് ചെയ്തത് കൊണ്ടാണ് ചിലതിന് ആശയങ്ങളുമായി പൊരുത്തമില്ലായ്മയുണ്ട്. ശരിയാണ്. അപ്പൊ നമ്മളത് ശരിക്കും പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു സംശയം തോന്നി പെട്ടെന്ന്, ഒരു 2 മിനിറ്റ് എടുത്ത് ഞാൻ നിർത്തിക്കൊള്ളാം. കാരണം 51-ാം സങ്കീർത്തനം എടുത്തു നോക്കി, ഒറ്റ മിനിറ്റ്. Psalm 51, 51-ാം സങ്കീർത്തനം നിങ്ങളൊന്ന് എടുത്തേ. 51-ാം സങ്കീർത്തനത്തിനകത്ത് ഹെഡിങ് എന്താണ് എഴുതിയിരിക്കുന്നത്? സങ്കീർത്തന പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അവൻ ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. ഓക്കെ, കോൺടെക്സ്റ്റ് ഇപ്പൊ അങ്ങനെ എഴുതിയെങ്കിലും 51-ാം സങ്കീർത്തനത്തിനകത്ത് 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്ന് പാട്ടിനകത്തും മേലിൽ എഴുതിയിരിക്കുന്ന കോൺടെക്സ്റ്റ് വേറെയും. അപ്പൊ ഇത് തമ്മിൽ ബന്ധമില്ലല്ലോ. ആ വാക്യത്തിന് ബന്ധമില്ലെന്നാ പറഞ്ഞത്. വേറെ പല വാക്യങ്ങൾക്ക് ബന്ധമുണ്ടാവാം. അപ്പൊ ആ പാട്ട് നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ, അപ്പൊ മതില് പൊണിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പാടിയ പാട്ടല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈറ്റിൽസ് മേ ബി ആഡഡ് ലേറ്റർ. പിന്നീട് ആഡ് ചെയ്തതാണ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ടൈറ്റിൽസ് നമുക്ക് അനിവാര്യവുമാണ്. എത്ര കാര്യങ്ങൾ നമുക്കിപ്പോൾ കിട്ടി ടൈറ്റിൽസ്. കവിതയുടെ സ്വഭാവം കിട്ടുന്നു കേട്ടോ, അതിനകത്തെ ഉപകരണങ്ങളെ കുറിച്ച് കിട്ടുന്നു, അതിൻ്റെ അകത്തെ പാട്ടുകാരെ കുറിച്ച് കിട്ടുന്നു, അതിനകത്തെ താളം എന്താന്ന് കിട്ടുന്നു, അതിൻ്റെ ലയം എന്താന്ന്, അതിൻ്റെ രീതി. ലോഡ് ഓഫ് ഐഡിയാസ് നമുക്ക് അതിൽ നിന്നാണ് കിട്ടുന്നത്. ഇഷ്ടം പോലെ കാര്യം. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് ക്ലാസ് ടുഡേ. നമുക്കിന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇറ്റ് ഇസ് ഹാൻഡഡ് ഓവർ ടു പാസ്റ്റർ ലാലു ജേക്കബ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാളത്തെ ക്ലാസ് നമ്മുടെ പാസ്റ്റർ CV ആൻഡ്രൂസിന്റെ ആണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ അവസാനമായി സിസ്റ്റർ ഷീജ റോബിൻ, ഗോവ, പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ക്രിസ്തയേശുവിൽ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഇന്നത്തെ ക്ലാസ് കർത്താവേ ഏറ്റവും കർത്താവ് അനുഗ്രഹപ്പെട്ട രീതിയിൽ മനോഹരമായി കർത്താവെ ഹല്ലേലൂയ സ്തോത്രം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ എൻ്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഇന്നത്തെ ക്ലാസ്സിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പഠിപ്പിച്ചതെല്ലാം കർത്താവെ അടിയങ്ങൾക്ക് കർത്താവ് മനസ്സിലാക്കി തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവിൻ്റെ ചിറകൻ മറവിൽ എല്ലാവരെയും മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ ആദ്യോടന്തം കർത്താവ് ഹാലയിലെ ചന്തവും ഭംഗി ഉചിതവുമായി ഈ ക്ലാസ് പൂർത്തീകരിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും
ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോട് ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു.